ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവരെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കല്യാണം വാർഷികം നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മധുസൂദനും ഭാര്യ ഭയങ്കര ഉടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും. അതായത് നമ്മുടെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അച്ഛമ്മയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചറ്റക്കുടിലാണ്, ഞങ്ങൾ കൊട്ടാരമാണ്. കാരണം അത്ര രീതിയിൽ പണക്കാരും കാര്യങ്ങളും ഞങ്ങൾ കടന്നു വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ആൾക്കാർ കടന്നു വരുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ നല്ല രീതിയിലുള്ള ഫംഗ്ഷനൊക്കെ വെക്കാമായിരുന്നു. നിങ്ങൾ കാണിക്കുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ പറയുവാണ്. ഉടനെ ഇതിപ്പോൾ എന്നാ മോശം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്റ്റാൻഡിനനുസരിച്ച് നിങ്ങൾ വെക്കുന്നത്, പക്ഷേ ഞങ്ങളുടെ സ്റ്റാൻഡ് കൊണ്ട് നോക്കണമായിരുന്നു, കാശും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വേണം ചിലവാക്കണം, അതായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഉടനെ പെട്ടെന്ന് ഈ അച്ഛൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അച്ഛൻ ഓടി വന്നിട്ട് പറയും, രവീന്ദ്ര നീ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ശ്രീകാന്ത് എന്നെ വിളിക്കുന്നുണ്ട്, ശ്രീകാന്ത് ആണെന്നുണ്ട് അവിടെ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമല്ല, നീ അങ്ങോട്ട് ചെല്ലുന്നത്, അല്ലമ്മ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ല നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞ് അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ മസൂദിനോട് പറയും, മസൂദര എനിക്കൊന്ന് കാര്യം സംസാരിക്കണമെന്ന് വരാമെന്ന് ചോദിക്കും. ഉടനെ എന്താ കാര്യം ചെയ്തു? ഉടനെ തൻ്റെ ഭാര്യ പറയും, ചേട്ടാ എന്നാൽ പോയിട്ട് വാ, വിളിക്കുന്നുണ്ടല്ലോ, പോയിട്ട് വരണം. അങ്ങോട്ട് മാറി വന്നു കഴിയുമ്പോഴത്തേക്ക് നീയേ ഒരു കാര്യം ചെയ്യും, ഇത് നീ പറഞ്ഞ ശരിയാണ്, ഇത് വർഷയുടെ മാത്രമല്ല, അല്ല ശ്രീകാന്തിന് മാത്രം, വർഷയുടെ കൂടെ ഫംഗ്ഷനാണെന്ന് നീ പറഞ്ഞല്ലോ, ശരിയാണ്. പക്ഷേ അപ്പം നീയല്ലേ അതായത് അപ്പനല്ലേ നിന്ന് അതിലേറ്റവും ബെറ്ററായിട്ട് ആ ഫംഗ്ഷൻ നന്നായിട്ട് നടത്താൻ നോക്കണ്ട. നീ ഇവിടെ കിടന്ന് ഓരോ ബഹളം ഉണ്ടാക്കിക്കഴിഞ്ഞിട്ട് നീ ഓരോ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? നീ ഒന്ന് കാര്യം ആലോചിച്ച് നോക്കിയേ നിൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ കാശിൻ്റെയും പണത്തിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നിൻ്റെ മകള് ആ കാശിനനുസരിച്ചാണ് നിന്നത്. അവിടെ നല്ലൊരു മനസ്സനുസരിച്ചുള്ള ഒരു ചെറുക്കനെ സ്വീകരിച്ച്, അപ്പോൾ ആ മനസ്സനുസരിച്ചുള്ള ചെറുക്കനെയും കുടുംബത്തെയും സ്നേഹിക്കാതെ നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. നീ പറയുന്നതനുസരിച്ച് എതിരഭിപ്രായം എൻ്റെ മകൻ രവിയും കൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താവും? അല്ല, അവൻ്റെ അവസ്ഥ അല്ല, അവൻ നിന്നോട് എന്തായിരിക്കും പറയുന്നത്? അവൻ നിൻ്റെ അടുത്ത് ബഹളം ഉണ്ടാക്കും. ഇത് കൂടാതെ ഇത് കഴിയുമ്പോഴത്തേക്ക് അവൻ അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടുകൊണ്ട് വരുന്ന എൻ്റെ മകൻ സച്ചി കേട്ടുകൊണ്ട് വന്ന് ഞാൻ മുന്നും നോക്കാത്തൊരു വ്യക്തിയാണ്. അവൻ അത് തന്നെ ചെയ്യും, അവൻ നിൻ്റെ ചെവിക്കിൽ തന്നെ അടിച്ചേർത്ത് നിൻ്റെ പല്ല് താഴെ വീഴ്ത്തും. ഇതൊക്കെ വേണോ ഇവിടെ? നിനക്ക് എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ? മധുസൂദനൻ ചോദിക്കുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തണോ? കാരണം നിങ്ങളിവിടുത്തെ ഈ വീട്ടിലെല്ലാം വലിയ ആൾ നിങ്ങളായിരിക്കും. പക്ഷേ എന്നെ അത് കിട്ടത്തില്ല എന്ന് പറയാം. കാരണം നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാകുന്ന അല്ല, നിങ്ങൾ പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാരല്ലെന്ന് പറയും. ഉടനെ അച്ഛൻ പറയാം, ഇത് ഞാൻ എൻ്റെ പിള്ളേരുടെ ഒരു വാക്കെടുത്ത് പറയുക, ഇതിൻ്റെ അകത്ത് കിടന്ന് കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കയറി ഇല്ലാതാക്കി കളയും പിള്ളേരെല്ലാവരും ചേർന്ന്. അതുകൊണ്ട് വെറുതെ തടി കേടാക്കാതെ വീട്ടിൽ പോകുന്നത് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, നിങ്ങൾ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലെ ഈ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവർക്കും ബഹുമാനവും സ്നേഹവും കാര്യങ്ങളെല്ലാം കാണും. പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല. മര്യാദയ്ക്ക് തന്നെ കേക്ക് മുറിച്ച് അത് തിന്നിട്ട് ഈ വീടിൻ്റെ സൈഡിൽ എവിടെ ഒരു മര്യാദയ്ക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് അവൻ അങ്ങോട്ട് പോവാം. മസൂദ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അച്ഛമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പയ്യും. അപ്പോൾ അച്ഛന്മാർ മറ്റേ ഇന്ത്യൻ സിനിമയ്ക്കകത്തുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ, മറ്റേ കൈ ഇങ്ങനെ ചുരുട്ടി കുത്തുന്നത്, അതുപോലെ അത് കാണിച്ചിട്ട് അച്ഛമ്മ പറയുക, എന്നെ ആണെങ്കിലും വിൻ്ററിന് കൊടുത്തിട്ടുള്ള രീതിയിൽ എന്നുള്ള അച്ഛൻ പറഞ്ഞിട്ട് പോകണം. അടുത്ത് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് തന്നെ ടെൻഷൻ അടിച്ചിട്ട് പോയി. നമ്മുടെ വർഷനെ കാണാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. കാരണം ശ്രീകാന്ത് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ടാ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുക, അല്ല ജസ്റ്റ് അതിനും ഒരു സീൻ പറയുമ്പോഴത്തേക്ക് സച്ചിയും രേവതിയും കൂടി ചെന്നൊരു സ്റ്റുഡിയോയിൽ പോകും. അവൾ സ്ഥിരമായിട്ട് ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ കാണുന്നില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കും, നല്ല രണ്ടുപേരുണ്ടല്ലോ, എന്താ കാര്യങ്ങളെന്ന് പറഞ്ഞ് അവിടുത്തെ ആൾ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അല്ല വർഷ ഇവിടെ വന്നിട്ടില്ലേ? വർഷ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ വർഷ ഇവിടെ വരുമെന്നാണ് പറഞ്ഞതെന്ന് ഓർത്തിട്ട് വർഷ ഇവിടെ വരുമെന്നാണ് എന്ന് പറഞ്ഞു. ഇല്ല വന്നിട്ടില്ലെന്ന് പറയും. അപ്പോൾ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മറ്റു വേറെ സ്റ്റുഡിയോ ഉണ്ട്, ഇടയ്ക്ക് അവിടെയും ഡബിങ്ങിന് പോകാറുണ്ട്, അങ്ങോട്ട് പോയി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാം. ശരി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് സച്ചിയായിട്ട് എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ലടാ കണ്ടെത്തിയില്ല, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഈ വർഷം എന്തേ കാണിക്കുന്നത് സച്ചിയേട്ടാ, കാരണം എങ്ങനെയില്ല അവിടെ പോകണം, ഞാനിവിടെ ഒറ്റയ്ക്കിടന്ന് നടന്ന് പുഴുങ്ങുക എന്നല്ലെങ്കിൽ ഒറ്റയ്ക്കിടന്ന് കാരണം വേർക്കുക എന്ന് പറഞ്ഞു. ഇല്ലെന്നാ ഈ പേടിക്കണം, നീ നിൽക്കുമോ എന്നൊക്കെ ഒത്തിരി താമസിക്കാതെ തന്നെ അവളവിടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറയുകയാണ്.
ശരി സച്ചി എടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അപ്പം നമ്മുടെ സുധി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ ചെയ്തിരിക്കുമ്പോൾ മറ്റേ അവൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, കൂട്ടുകാരൻ വന്നിട്ട് പറയും, സുധി എന്നാണ്ട് ഇവിടെ നിൽക്കുന്നത് എനിക്ക് കുറേ ഉത്തരവാദിത്തം കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനങ്ങനെ ഒരു ചേട്ടനായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ എന്നുള്ള ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ പണ്ടത്തെ മറ്റേ ഫംഗ്ഷൻ പോലെ ഇല്ലേ, നമ്മുടെ കല്യാണ ഫംഗ്ഷൻ പോലെ അല്ലാതെ മറ്റേ നമ്മുടെ ഇതിൻ്റെ എന്താ ഷോറൂമിൻ്റെ ഫംഗ്ഷൻ പോലെ അവിടെ വെള്ളവടയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തെ നീ ആവശ്യമില്ലാതെ പറഞ്ഞതൊക്കെ അത് അന്ന് വെള്ളം അടിച്ചിട്ട് എന്നെ ശ്രീകാന്ത് എന്താ ശ്രുതി എന്നെ ഇല്ലാതാക്കി, ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഇല്ല എന്ന് പറയണം. അപ്പം അവിടെ ശ്രീകാന്ത് പറയണം എന്ത് ചെയ്യണ്ടേ എങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞത് അച്ഛാ എല്ലാത്തിനും സർപ്രൈസ് ഉണ്ട്, നമുക്കിപ്പോൾ സെറ്റാക്കുന്നത്. എന്നെ സർപ്രൈസ് ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. ഡാൻസ് പാട്ട് നിൻ്റെ ഒരു സർപ്രൈസ് നീ പറഞ്ഞൊന്നും ഇല്ലെന്നാണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അതായത് ചന്ദ്രപതി ചെന്നിട്ട് കണ്ടിട്ട് പറയുക അമ്മ ഒരു ഫംഗ്ഷൻ ഒരു ഡാൻസ് കളിക്കണം എന്ന് പറയാം. ഞാൻ ഡാൻസ് കളിക്കാനോ? അമ്മ ഡാൻസ് കളിക്കണം എന്ന് പറയാം. ഇല്ല മോനെ ഞാൻ ഡാൻസ് കളിക്കത്തില്ലെന്ന് പറയാം. അമ്മ ഡാൻസ് കളിച്ചേ പറ്റുമോ? കാരണം കഴിഞ്ഞാൽ അപ്പോൾ വർഷം വന്നിട്ട് ഡാൻസ് കളിക്കുക. വർഷം സ്വയം പറയും ഈ വർഷം വരുന്ന താമസിക്കുന്നുണ്ടാണ്ട് ഈ അമ്മയോട് ഡാൻസ് കളിക്കാൻ. അമ്മ അതൊന്നും വർഷം നോക്കണ്ട, അമ്മ ഡാൻസ് കളിക്കുമ്പോഴത്തെ വർഷം വരും എന്നുള്ള രീതിയിൽ പറയാണ്. ഞാനൊരു പ്രിപ്പയർ നടത്തുന്നില്ലെന്ന് പറയാം. പ്രിപ്പയർ നടത്തുന്നുണ്ട് ഉള്ള കാര്യം. അമ്മ വെൽ ഡാൻസർ അല്ലേ, അമ്മ എന്തിനാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അമ്മ പോയി ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി ഡാൻസ് കളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അവളുടെ കൂട്ടുകാരും കൂടെ പറയും അതായത് ചന്ദ്രമതി ഇപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നതിന് കിട്ടിയ അവസരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ മറ്റേ പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള പാടില്ല, അതൊക്കെ നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ടാവും. ചന്ദ്രമതി എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി ഡാൻസ് കളിക്കുന്നതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കൈയടിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ മധുസൂദനും ഭാര്യയും മാത്രം ഇതെന്താ കാണിക്കുക, ഈ ആട്ടക്കാരി എന്താ കാണിക്കുമ്പോഴത്തേക്ക് ആട്ടക്കാരി ഒന്നും അല്ല എൻ്റെ ഭാര്യ നല്ല ഡാൻസറാന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നിനക്ക് ഇവളെ ഡാൻസിന് വിട്ടിട്ട് വെറുതെ വീട്ടിൽ നിന്നാൽ പോരെന്ന് പറയുമ്പോൾ അങ്ങനെ എന്തിനാ എൻ്റെ ഭാര്യയെ പണിക്ക് വിട്ടിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് കഴിയണമെന്ന് എനിക്കൊന്നുമില്ല, ഞാൻ നല്ലൊരു ഡ്രൈവറാണ്, ആ ഡ്രൈവർ ജോലി കിട്ടുന്ന അതിൻ്റെ അകത്ത് തന്നെ കാശ് കിട്ടുന്നുണ്ട്, എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അവിടെ പുള്ളിക്കാരൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ എല്ലാവരും ഭയങ്കര രീതിയിൽ കൈയടിക്കൊക്കെ അടിക്കണം, സൂപ്പറായിട്ട് ഡാൻസ് കളിക്കണം, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ഡാൻസ് തീരാറായി. നമ്മുടെ നമ്മുടെ ചന്ദ്രമതി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുവാണ്. സ്റ്റേജിൽ നിന്ന് നല്ല ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് എല്ലാവരും നല്ല കാണികളെല്ലാവരും നല്ല ഇതിൽ കൈ കെട്ടുന്നുണ്ട്. കൈതട്ടി ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അയ്യോ വയ്യ എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നു. ഉടനെ ശ്രീകാന്ത് ഓടിന്നുണ്ട്, അമ്മേ എന്തിനു പാട്ട് നിർത്തിയല്ല, എന്തിനാ ഡാൻസ് നിർത്തിയേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ, എൻ്റെ കയ്യും കാലെല്ലാം കഴിക്കുന്നു, എനിക്ക് പറ്റത്തില്ല, ഒത്തിരി നാൾ കൂടിയല്ല ഡാൻസ് കളിക്കുന്നു. ഉടനെ തന്നെ കൂട്ടുകാർ ഓടിയുന്നുണ്ട്, ചന്ദ്രമതി സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ, ഒന്നും നോക്കണം, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു പറയാം. ആണോ അടിപൊളിയായിരുന്നോ? അതെ അടിപൊളിയായിരുന്നു. അമ്മ ഡാൻസ് കളിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ അതേ സമയത്ത് മധുസൂദനൻ രവീന്ദ്രനോട് ചോദിക്കുന്നത് താനൊരു ആംബുലൻസ് പിടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. എന്തിനാ ആംബുലൻസ് പിടിക്കുന്നത്? അല്ല എന്നിട്ട് നിൻ്റെ ഭാര്യയ്ക്ക് കയ്യും കാലം കുളുക്കി കാണും, നേരെ ആംബുലൻസ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലെന്ന് പറയും. ഉടനെ അച്ഛമ്മ ഇത് കേട്ടിട്ട് പറയണം, അയ്യോ ഇവനെ ഇന്ന് കൊണ്ടുപോകണം, ഇവനെ ഇന്ന് മർമ്മ ചികിത്സ നടത്തിയിട്ട് അവന് പൊക്കിൾ നോക്കി തന്നെ കുത്തി അവൻ മറിച്ച് ഇടണം, അല്ലെങ്കിൽ മറ്റേ കൈ കാണിക്കുന്ന കൈ പിന്നെ കൂർപ്പിച്ച് വെച്ച് കുത്താനുള്ളൊരു ഉദ്ദേശത്താണ് എന്നിട്ട് കുത്തിയിട്ട് വേണം പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെ പറഞ്ഞയക്കാന്നുള്ള ഇതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ സമയത്ത് നമ്മുടെ ശ്രുതിയോടും പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ശ്രുതിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ബ്രോ എനിക്കൊരു കാര്യം പറയാനുണ്ട്, കാരണം എൻ്റെ ഈ ഒരു മിമിക്രി ഫംഗ്ഷൻ ഉണ്ട്, അതായത് മിമിക്രി ഉണ്ട്, അത് അങ്ങനെ ഒരു കഴിവ് എനിക്കുള്ളതെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടോ? ആണോ? അത് കൊള്ളാമല്ലോ, അത് നീ പറഞ്ഞിട്ടില്ലെന്നുണ്ട്. ഞാൻ ഈ അമ്പലപരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ സൂപ്പറായിട്ട് നടത്താറുണ്ടെന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ചെല്ലിപ്പോ എന്നാലും ശ്രീകാന്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അന്ന് ശ്രീകാന്തിനോട് പറഞ്ഞാൽ മതി. ശരി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ബ്രോ എനിക്കും ഒരു ഡാൻസ് ഒരു മിമിക്രിയാണ്. ബ്രോ നിങ്ങൾ ചെയ്യുമല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യും, അപ്പോൾ എന്ത് നോക്കി നിൽക്കുന്നത്, ചില്ല അകത്തോട്ട് ചെല്ലുന്ന പറയണം. അപ്പോൾ ഇതേ സമയത്ത് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട്, നമ്മുടെ സച്ചിനെയൊക്കെ വിളിക്കുന്നുണ്ട്. സച്ചി നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല. അപ്പം നേരെ സച്ചിൻ്റെ ലാസ്റ്റ് എത്തുന്നത് അവർ മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് സ്റ്റുഡിയോയിൽ ഡമ്മ് നടത്തുന്ന സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ് എത്തുന്നത്. അപ്പം നമ്മുടെ വർഷം അവിടെ ഇരിപ്പുണ്ട്, വാതിൽക്കൽ തന്നെ ഇരിപ്പുണ്ട്. അവിടെ വർഷം നീ എന്ത് പരിപാടി കാണിക്കുന്നത്, നിനക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്, ശ്രീകാന്ത് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്കാണ് ഈ കല്യാണ വാർഷികം
നടത്തുന്ന നിനക്ക് ഒരു മനസാക്ഷിയില്ല എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല ചേച്ചി എന്താണെന്നറിയാമോ, കാരണം അവൻ എന്നെ ചീറ്റ് ചെയ്തു, അവനൊരു ചീറ്ററാണ്. കാരണം ഞാനവിടെ അവനെ തേടി നമ്മുടെ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോഴത്തേക്ക് അവനെ മറ്റേ ആ പൊട്ടിപ്പെണ്ണില്ലേ അവളെ പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് നിൽക്കുമെന്ന് കാരണം എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ ചീറ്റ് ചെയ്തിട്ട് തന്നെ എനിക്ക് അവൻ്റെ കൂടെ എങ്ങനെ ഞാൻ ആ ഫംഗ്ഷനിൽ കയറി നിൽക്കുക, എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, അല്ല നമ്മുടെ ഇവള് രവി സോറി നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇതിനെന്തിനാ നീ ഇങ്ങനെ രോഷാകുലനാകുന്നത്? കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ കെട്ടിയവനെ, അതായത് ശ്രീകാന്തനെ നീ തെറ്റിദ്ധരിച്ച് ഇരിക്കുവാണ്. അപ്പം അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കേണ്ട, അവൻ നല്ലൊരു ചെറുക്കനാണ്, നിനക്ക് അവനെ വിശ്വാസമില്ലല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ചേച്ചിനെ അങ്ങനെ പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് അതെ അവൻ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഫംഗ്ഷനെല്ലാം നടന്ന സംഭവങ്ങളെല്ലാം പറയുവാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഇനി എങ്ങനെ അവനെ വിശ്വസിക്കാൻ നോക്ക്, അവൾക്ക് വയ്യാത്തതുകൊണ്ട്, അവൾക്ക് കാര്യം വയ്യാത്തതുകൊണ്ട് അവനെ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ്. അല്ലാതെ അവളെ എടുത്തുകൊണ്ട് നടക്കാനുള്ളൊരു മനസ്സും കാര്യങ്ങളൊന്നും അവനില്ല. അങ്ങനൊരു വ്യക്തിയല്ല നിൻ്റെ ശ്രീകാന്ത്. കാരണം ഇത്ര നാളായിട്ട് അവന് വിശ്വാസമില്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആകെ ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്നൊരു സീനാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വർഷയുടെ മുഖമൊക്കെ കാണിക്കുന്നത് ആകെ വിളറിയിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം. അതിനാൽ ഇന്നത്തെ വീഡിയോ വിട പറയുന്നു. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.